പ്രൊഫസർ വർഗീസ് ജോർജ്, നോക്കൂ, എൻ്റെ കയ്യിൽ 5:33 ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു പെർസെൻറ്റേജാണുള്ളത്. അതിൽ കുന്നത്ത് നാടാണ് ഏറ്റവും കൂടുതൽ, 81.99. അത് കഴിഞ്ഞാൽ ചിറ്റൂർ, പാലക്കാട് ജില്ലയിലെ സാറിൻ്റെ പാർട്ടി മത്സരിച്ചത് അല്ലേ? സാറിൻ്റെ പാർട്ടി ആണെന്ന് തോന്നുന്നു. യെസ്, 81%. അതുപോലെ കുന്നമംഗലം 80.35%, അരൂർ 80%, എല്ലാം 75% മുകളിലാണ് എല്ലാം. നോക്കൂ, മാനന്തവാടി 74, അങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ, ഒരു 3-4 സ്ഥലങ്ങളിൽ മാത്രമേ 75-ന് താഴെ പോയിട്ടുള്ളൂ. ഇപ്പോൾ കനത്ത പോളിംഗ് ആണ്. അതിൻ്റെ സാധാരണ പറയാറുള്ളത്, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് അത് ചൂണ്ടിക്കാണിച്ചു. സാധാരണ മോഹൻ വർഗീസ് പറഞ്ഞത് കനത്ത പോളിംഗ് നടന്നു കഴിഞ്ഞാൽ UDFന് അനുകൂലമായിട്ടുള്ള ജനവിധി എന്നാണ് പൊതുവേ പറയാറ് എന്നുള്ളത്. പക്ഷേ 1987 അന്ന് LDF ആണ് അധികാരത്തിൽ എത്തിയതല്ലേ? അന്ന് 81-82% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 81.5% ഞാൻ ഓർക്കുന്നത്. അപ്പം അന്ന് സാധാരണ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്ന സമയത്ത് LDF അധികാരത്തിലെത്തുന്നു എന്നും പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു മൂന്നാം മുന്നണി വളരെ സജീവമായിട്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴയ ആ ഒരു ചൊല്ല് അത് നമുക്ക് ഇക്കുറി ആവർത്തിക്കാൻ പറ്റുമോ? കൂടുതൽ പോളിംഗ് നടന്നു, പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു, അതുകൊണ്ട് LDF വരുന്നോ, അല്ലെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നത് കൊണ്ട് UDF വരുമെന്നോ പറയാൻ പറ്റുമോ? BJP NDA ഒരു ഡിസിസീവ് ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിക്ക് പ്രത്യേകമായ ആനുകൂല്യം ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ കരുതാൻ സാധിക്കുകയില്ല. അത് നമ്പ്യാർ സാർ പറഞ്ഞ പോലെ ഒരു പഴയകാല കണക്കാണ്. പ്രൊഫസർ മോഹൻ പറഞ്ഞ പോലെ ഇപ്പോൾ 81-82% വരിക എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ബൂത്തിൽ സാമാന്യന 1200 വോട്ടാണുള്ളത്. അതിൽ 800-850 വോട്ട് ചെയ്താൽ ബാക്കി ഞങ്ങളുടെയൊക്കെ ഈ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ 350 പേര് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളിലേക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 100% പോളിംഗ് ആണ് നടന്നിട്ടുള്ള നമ്മൾ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ കാണാൻ പോകുന്ന വസ്തുത. ഇത് നമ്മുടെ ഡെമോക്രസിയുടെ ഒരു വലിയ ആളുകളുടെ ഒരു ഫെയ്ത്ത്, പ്രൊഫൗണ്ട് ഫെയ്ത്ത് ആണ് ഇത് കാണിക്കുന്നത്. 75 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ജനാധിപത്യമൊക്കെ വളരെ തകരുമെന്ന പാശ്ചാത്യ രാജ്യങ്ങൾ പറഞ്ഞിട്ടും വളരെ ഏറ്റവും ടു ദ പൂവർ, ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾ വരെ നമ്മുടെ ഡെമോക്രസിയിലുള്ള ഒരു അഗാധമായ ഫെയ്ത്താണ് ഇതിനെ കാണിക്കുന്നത്. പക്ഷെ മോഹൻ സാർ പറഞ്ഞതിൽ ഒരു വ്യത്യാസം എനിക്കുള്ളത്, അത് നമ്പ്യാർ സാർ ഒന്ന് ഇപ്പോൾ ചോദ്യത്തിൽ ആവർത്തിച്ചു, ഒരു ടൈറ്റ് 3 കോർണേഡ് കണ്ടസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം BJPയുടെ വളർച്ച ഏതാണ്ട് ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, നിശ്ചലമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2021 അസംബ്ലി ഇലക്ഷനിൽ നേരത്തെ ഞാൻ 14% എന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പം വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ 12.5 ഉള്ളൂ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 14% 14-15% മാത്രമേ BJPക്ക് വോട്ട് ഷെയർ ഉള്ളൂ. ഇടക്കാലത്ത് മാത്രം പാർലമെന്റ് ഇലക്ഷനിൽ 19.6% ആയിട്ട് വന്നു. ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 14% അവർക്ക് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ ലോക്കൽ ഇലക്ഷനിൽ 14%. ഒരു വളർച്ച അതിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ BJPക്ക് കാണുന്നില്ല. അപ്പൊ ആ നിലയിൽ ഒരു ത്രികോണ മത്സരം ശക്തമായിട്ടുണ്ടായി എന്ന് മോഹൻ പറഞ്ഞു. ആളുകൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇപ്പോഴും LDFും UDFും തമ്മിലാണ് ശക്തിയായിട്ടുള്ള മത്സരം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ LDFന് 45%, UDFന് 39% വോട്ടായിരുന്നു. BJP അതിൻ്റെ ഒരു 3% നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത്? BJPക്ക് ഒരു 20% കൂടുതൽ വോട്ടുള്ള ഒരു 30-35 മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ അവർ ശ്രമിക്കും. പക്ഷെ ഇവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ, ബാക്കിയുള്ള 100 മണ്ഡലങ്ങളിൽ BJP എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. BJP അവരുടെ വോട്ടുകൾ 5000, 8000, 10000 വോട്ടുകളുള്ള നോക്കൂ, ഞാനിപ്പം ചൂണ്ടിക്കാണിച്ചല്ലോ കുന്നത്ത് നാട് നമ്മുടെ 2020 കൈവശമുള്ള മണ്ഡലമാണ്. അവിടെയാണ് 81% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും നമ്പർ 1 ആയിട്ട് 5.5 കണക്കാണ് ഇലക്ഷൻ കമ്മീഷന്റെ. അതെവിടെ വരെ പോകുന്നറിയില്ല.
അപ്പോൾ അല്ല 2020 സോറി 2020 NDAയുടെ ഭാഗമായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. അത് പക്ഷേ എറണാകുളം ജില്ലയിൽ റിഫ്ലക്റ്റ് ചെയ്യാമായിരിക്കും സാറേ. പക്ഷെ അത് ആ. ഒരു യൂണിറ്റ് പോലും ഇല്ലാത്ത റാന്നിയിലും കോന്നിയിലും ഒക്കെ എങ്ങനെയാണ് 2020 സീറ്റുകൾ കൊടുക്കുന്നത്? അപ്പോൾ ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ബി ജെ പി ഇന്ത്യയിലെ നാഷണൽ ഉള്ളൊരു പാർട്ടിയല്ലേ, അവർക്ക് സ്വന്തമായിട്ട് 14% വോട്ടുള്ള ഒരു പാർട്ടിയല്ലേ, അവർക്ക് ദുർബലമായ ഒരു ഘടകകക്ഷിയോട് കൂടുതൽ സ്നേഹം കാണിച്ചല്ലോ. LDF-ലെ UDF-ലെ പോലെ മാറ്റി നിർത്തിയില്ലല്ലോ. അവരെ ഉദാരമായി സഹായിച്ചു, കൈയഴിഞ്ഞ് സഹായിച്ചു. നമ്മുടെ ഈ സ്നേഹപ്രകടനം ഈ സീറ്റുകളുടെ അലോക്കേഷനിലാണ്. അതായത് കാരണം നമ്മുടെ ജില്ലയായിട്ട് നമുക്കറിയാം, അവർക്കൊരു യൂണിറ്റ് പോലും ഇല്ലാത്ത സ്ഥലമാണ്. അവിടേക്ക് എങ്ങനെയാണ് ബി ജെ പി ഇത്രയും ഉദാരമായിട്ട് സീറ്റുകൾ കൊടുക്കുന്നത്? അവിടെ സീരിയസ് ആയിട്ട് ബി ജെ പി ഇലക്ഷനെ കണ്ടോ എന്ന് എനിക്കൊരു വളരെ സംശയമുണ്ട്. കാരണം അവർക്ക് എത്ര സീറ്റാണ് കൊടുത്തത്? 29 സീറ്റല്ലേ അവർക്ക് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ബി ജെ പിക്ക് അലൈസ് കുറച്ചുകൂടി സ്റ്റേച്ചർ ഉണ്ടായിരുന്നു. BDJS രൂപപ്പെട്ട കാലഘട്ടത്തിൽ അതിനൊരു സോഷ്യൽ ബേസ് ഉണ്ടായിരുന്നു, പിന്നോക്ക സമുദായങ്ങളുടെ ഒരു വലിയ ശക്തി സമാഹരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ BDJS ക്ഷീണിച്ചു. BDJS മാത്രമായി ഒരു മണ്ഡലത്തിൽ ആരെങ്കിലും ജയിക്കുമെന്ന് ഇപ്പൊ ആരും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ബി ജെ പി താരതമ്യേന ഇവിടെ സ്റ്റെബിലിറ്റി ആർജിച്ചെങ്കിലും അലൈസ് വളരെ വീക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത കാണുന്നില്ല എന്ന് മോഹൻ സാറിനോട് പറഞ്ഞു. എന്തായാലും സാറിൻ്റെ എക്സ്പെക്റ്റേഷൻ എത്രയാണ്? NDA എത്ര സീറ്റുകൾ നേടും കേരളത്തിൽ? NDA ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നേമം, കഴക്കൂട്ടം, അതുപോലെ തന്നെ തൃശ്ശൂര്, മഞ്ചേശ്വരം, വാട്ട് അബൌട്ട് തിരുവല്ല, വാട്ട് അബൌട്ട് പാല, വാട്ട് അബൌട്ട് പൂനെ തുടങ്ങിയ നിരവധി സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ യുക്തി അനുസരിച്ച് ജയിക്കണമെങ്കിൽ ഒരു 35 to 38% വോട്ട് വേണം. പക്ഷെ അതെങ്ങനെ കിട്ടും? 14% വോട്ടുള്ള ഒരു മുന്നണിക്ക് എവിടെ ജയിക്കാൻ സാധിക്കും? അല്ല സാർ, അത് ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ആ ഒരു കണക്ക് വെച്ചാണല്ലോ, ആ ഒരു പോളിംഗ് പെർസെൻറ്റേജ് വെച്ചാണല്ലോ താങ്കൾ പറയുന്നത്. അതെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് മാത്രമല്ല, വികസനം എന്ന അജണ്ട മുന്നിൽ വെച്ചാണ് NDA വോട്ട് തേടിയത് അല്ലേ? മാത്രമല്ല ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ജെൻസി, അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മുന്നണിയായിട്ട് മാറിയിട്ടുണ്ട്. അത് നേമത്താവട്ടെ, ഈ BJP സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നു, അവിടെയൊക്കെ ദൃശ്യമായതാണ് അത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള ഒരു BJPയുടെ വളർച്ച, അത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? വളർച്ച ഇല്ല എന്ന് പറയാൻ പറ്റുമോ? വളർച്ചയുണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ? 4 മാസം മുമ്പ് നടന്ന ലോക്കൽ ഇലക്ഷൻസിൽ അത് പ്രൂവ് ചെയ്തായിരുന്നു, വളർച്ചയില്ല. അത് BJP നേതൃത്വം എന്തുകൊണ്ടാണ് പരിശോധിച്ചില്ലെന്ന് എനിക്കറിയില്ല. BJPയുടെ ആളുകൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് എനിക്കൊരു സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല? ഈ 14%-ൽ അവര് ലോക്കൽ ഇലക്ഷൻസിൽ നടത്തിയ ഒരു ബാക്ക്ലാഷ് ഉണ്ട്, അവർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയുണ്ട്. അതിനെക്കുറിച്ച് അവർ വിലയിരുത്തിയൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്പ്യാർ സാറിനോട് എനിക്ക് പറയാനുള്ളത്, LDF UDF കക്ഷികൾ തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം വരുമ്പോൾ വളരെ പിന്നിൽ വോട്ട് പെർസെൻറ്റേജ് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ മടിക്കും. തങ്ങളുടെ വോട്ടുകൾ പാഴായി പോകുമോ ഈ ജെൻസി ഉൾപ്പെടെ ഉള്ളവർ എന്നാണ് എനിക്കൊരു തോന്നലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ BJPയുടെ സാധ്യതകൾ കുറച്ച് കാണിക്കുന്നത്.